कैसे है बच्चों? बहुत बढ़िया। आज मैं आपके लिए लेके आया हूँ പോസ്റ്റർ. ഞാൻ നിങ്ങളോട് ലൈവ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ വളരെ ഷോർട്ടായിട്ട് ഇത് മാത്രം പഠിച്ച് എക്സാമിന് എഴുതാൻ വരുന്ന രീതിയിൽ ഞാൻ പോസ്റ്റർ ചെയ്തു തരുമെന്ന്. ഞാനിതാ വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പോസ്റ്റർ ചെയ്യാം. നമ്മൾ ഇഖായി ഏക്ക് അതായത് 10 തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതിയുടെയാണ് അല്ലേ, പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഏതാണ് ഉണ്ടായിരുന്നത്? പേട് എന്നത്, സുശീൽ ശുക്ലയുടെ പേട് എടുക്കുന്നത്. ആ കവിത നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാക്കേണ്ടായിരുന്നു അവിടെ ഒരു പോസ്റ്ററിന് സാധ്യതയുണ്ട്. 2 തരത്തിലുള്ള പോസ്റ്റേഴ്സ് ആണ് നമ്മൾക്ക് വരാറുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സന്ദേശ് പോസ്റ്ററാണ്, രണ്ടാമത്തെ എന്താണ്? കാര്യക്രം പോസ്റ്റർ. സന്ദേശ് പോസ്റ്റർ അതുപോലെ തന്നെ കാര്യക്രം പോസ്റ്റർ, സന്ദേശം അറിയിക്കുന്നതും. രണ്ടാമത്തേത് കാര്യക്രമമാണ്. അത് കുറച്ചൊന്ന് ഒരു ഫോർമാറ്റ് അതിലുണ്ട്. കാരണം നമ്മുടെ ഒരു സ്കൂളിലൊക്കെ ഔദ്യോഗികമായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നു, ഉദ്ഘാടനത്തിൽ ഒരാളെ നമ്മൾ വിളിക്കുന്നു, അവരെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അതിൻ്റെ ചെറിയ ചെറിയ കാര്യക്രം പ്രോഗ്രാംസും ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പോസ്റ്റർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഫട്ടാഫട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇവിടെ തന്നെ ഒരു മലയുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു സൂര്യനെയും കാണാം നമുക്കിവിടെ അല്ലേ പോസ്റ്ററിൽ വരുമ്പോൾ. ഇതുപോലെ തന്നെ എന്താണ് ഒരു ചിത്രം നിങ്ങൾ എന്തായാലും പോസ്റ്ററിൽ വരക്കണം. എവിടെ പോസ്റ്റർ കണ്ടാലോ എന്തെങ്കിലും ഒരു ചിത്രം, അതെന്താ പ്രകൃതിയാണെങ്കിൽ എന്തൊരു ചിത്രം പ്രകൃതിയിൽ വരക്കാം. പക്ഷേ പേഡ് അതുപോലെ തന്നെ പ്രകൃതി 2 തരത്തിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, വിത്തിൻ 5 minutes നിങ്ങൾക്ക് ഞാൻ സന്ദേശ് പോസ്റ്ററും അതുപോലെ തന്നെ കാര്യക്രം പോസ്റ്ററും പഠിപ്പിച്ചിരിക്കും. വെരി ഗുഡ്. സോ ലെറ്റ്സ് സീ എന്താണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് നമ്മളുടെ മുമ്പിൽ പോസ്റ്റർ എന്ന ചോദ്യം കണ്ട എന്താണ് ചെയ്യേണ്ടത്? പെൻസിൽ എടുക്കുക, ഒരു നമ്മുടെ ഒരു സ്കെയിൽ എടുക്കുക, നല്ല രീതിയിൽ ഒരു ചതുരം വരച്ചു വെക്കുക. റെഡി? ഓക്കെ. സോ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹെഡ് ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കണം. ആ പോസ്റ്ററിന് തലക്കെട്ട് കൊടുക്കണം. എന്താണ്? സന്ദേശ് പോസ്റ്ററാണ്. ഒരു ഹെഡ് ലൈൻ കൊടുക്കണം. പേഡ് പ്രകൃതി കാ ജോ വരദാൻ ഹേ, പേഡ് പ്രകൃതി കാ ജോ വരദാൻ ഹേ എന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു തലക്കെട്ട് അതിൽ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ 3-4 നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ഒരു ചിത്രം എന്തായാലും വരക്കണം. പേഡാണെങ്കിൽ എന്താണ്? നല്ല രീതിയിലൊരു പേഡ് വരച്ചോ. റെഡി? മാർക്ക് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? നല്ല രീതിയിൽ ഒരു 3-4 പോയിന്റ് അടിക്കോ, അറിയുന്ന പോയിന്റ് അടിച്ചെഴുതിക്കോ. എന്തൊക്കെയാണ് പേഡ് ജോ ക്യാ ഹേ എന്തൊക്കെ എഴുതാം നമുക്ക്? പേഡ് ഹമാരേ ലിയേ എക് വരദാൻ ഹേ. ടൈറ്റിൽ കൊടുത്ത സെയിം സാധനം തന്നെ വീണ്ടും എഴുതാൻ. പേഡ് ഹമാരേ ലിയേ വരദാൻ ഹേ, പേഡ് ഹമാരേ ദോസ്ത് ഹേ, പേഡ് കെ ബിനാ ഹം ജീ നഹീ സക്തേ, മരമില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ. പേഡ് ഹമാരേ ദോസ്ത് ഹേ, സുഹൃത്താണ്. പേഡ് ഹമാരേ മാ ഹേ, എല്ലാ രീതിയിലും ഹമാരേ ലിയേ സബ് കുച്ച്, നമുക്ക് എല്ലാം വന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഓരോ ബോക്സ് വരച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഈ കളം നിറച്ചാൽ മതി. സന്ദേശ് പോസ്റ്റർ റെഡിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത് പേടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും എഴുതാം. ഇതുപോലെ ബോക്സ് വരച്ച് റെഡിയാക്കി തന്നെ നിങ്ങൾക്ക് എന്തായി സന്ദേശ് പോസ്റ്റർ അവിടെ റെഡിയാണ്. ഒരു തലക്കെട്ടുന്ന രീതിയിൽ ഇതുപോലെ കൊടുക്കാം. ഇനി പ്രകൃതിയാണെങ്കിലോ നേരെ ഇതുപോലെ തന്നെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പെൻസിലും സ്കെയിലും എടുക്കുക. എന്നിട്ടോ ഇതുപോലെ ഒരു ചതുരം വരക്കുന്നു, നേരെ തലക്കെട്ട് മാറ്റുന്നു. എന്താണ്? പേടിന് പകരം എന്താ എഴുതണം? പ്രകൃതി എന്ന് എഴുതി കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. പേട് ഇവിടെ മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? പ്രകൃതി എന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. അവിടെ വീണ്ടും റെഡി. പ്രകൃതി ജോ ക്യാ ഹേ ഹമാരാ വരദാൻ. പ്രകൃതി എഴുതുക, ഡബിൾ ഡോട്ട് കൊടുക്കുക, ഹമാരാ വരദാൻ ഹേ എന്ന് എഴുതാം. എങ്ങനെ? ഞാനത് മാറ്റി എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാം. സെയിം തലക്കെട്ട്. എന്താണ്? ഈ പേടിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്നു, നേരെ ഇതിന് താഴോട്ടാക്കി എഴുതുന്നു. ഡബിൾ നമ്മൾ അതിനെന്ത് കോളനിട്ട് കൊടുക്കുന്നു. എന്നിട്ടോ ഹമാര വരദാൻ, ഹമാര എന്ന് കാ മാറ്റിയിട്ട് കാനെ മാറ്റുക, ഹമാര വരദാൻ എന്ന് എഴുതിയാൽ മതി. വേറെ ഹേ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പ്രകൃതി ഹമാര വരദാൻ. ഓക്കെ, പ്രകൃതി ഹമാര വരദാൻ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ പോലെ ഇനി പ്രകൃതിയാണ്. നേരെ നമ്മൾ ഫസ്റ്റ് കണ്ട ചിത്രം ഓർമ്മയില്ലേ? പോസ്റ്ററിന്റെ തലക്കെട്ടിൽ നമ്മൾ കണ്ട ഈ ചിത്രം, ഇതേ ചിത്രം കൊണ്ടുപോയിട്ട് അവിടെ വരച്ചു കൊടുത്തോ. നല്ല രീതിയിലൊരു മല പോലെ കാണിക്കുന്ന ഒരു സൂര്യനെ കാണിച്ചു കൊടുത്തോ. റെഡി? മതി. പ്രകൃതിയെ കുറിച്ച് വീണ്ടും ഇനി എന്താണ്? നമ്മൾക്ക് എന്തൊക്കെ സന്ദേശങ്ങൾ എഴുതണം? പ്രകൃതി ഹമാരേ മാ ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ എഴുതാൻ?
പ്രകൃതി हमारे लिए जीने की जो वायु देते हैं, ജീവിക്കാനുള്ള ശ്വാസം തരുന്ന പ്രകൃതിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന വരികൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചാൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കുറച്ചും കൂടെ താഴ്ത്തി വരക്കുക, അതിൽ ഫില്ല് ചെയ്യുക. 3-4 പോയിന്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ സ്പേസ് കിട്ടുന്നത് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് അതിനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. റെഡി അല്ലേ? റെഡി. നമ്മൾ എന്തായിരുന്നു കാര്യക്രം പോസ്റ്റർ, രണ്ടാമത്തെ പോസ്റ്ററാണ് കാര്യക്രം പോസ്റ്റർ. അതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു പെൻസിലും അതുപോലെ തന്നെ ഒരു സ്കെയിലും കയ്യിൽ പിടിച്ചോ. റെഡി, വരച്ചോളൂ. റെഡി അല്ലേ? അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹെഡ്ലൈൻ കൊടുക്കണം, സർക്കാരി സ്കൂൾ ദില്ലി, സർക്കാരി സ്കൂൾ ദില്ലി. അതിന് പകരം നമുക്ക് വേറെ എന്ത് ചെയ്യാം? സർക്കാരി സ്കൂൾ ദില്ലി എന്ന് ഞാൻ കൊടുത്തതിന് പകരം നിങ്ങൾക്ക് അവിടെ സർക്കാരി സ്കൂൾ കണ്ണൂർ, തിരുവനന്തപുരം എന്തും കൊടുക്കാം. നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ട് ഫസ്റ്റ് അവിടെ ഫില്ല് ചെയ്യാം. രണ്ടാമത് നമ്മൾ മെയിൻ ഹെഡിങ് പര്യാവരൺ ദിവസ് സമാരോഹ്, പരിസ്ഥിതി ദിനമാണ് പ്രോഗ്രാം. പരിസ്ഥിതി ദിന പ്രോഗ്രാമാണ്. എപ്പോഴാണ് പരിസ്ഥിതി ദിനം? ജൂൺ 5 റെഡി. അതിനുശേഷം നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അത് ഏത് ദിവസത്തിലാണ്? 5 ജൂൺ, 5 ജൂൺ 2000 है ना, 2025. എത്രയാണ്? 2025 സോമവാർ എന്നെന്തിനാണ് കൊടുത്തത്? ദിവസമാണ്, തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. ഓക്കെ. പിന്നീട് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ സ്കൂൾ മഞ്ച് മേം, സ്കൂൾ സദസ്സിലാണ്, വേദിയിലാണ്. എപ്പോഴാണ്? രാവിലെ 11 മണിക്ക്. സുബഹ് 11 ബജെ ഹേ യേ പ്രോഗ്രാം, 11 മണിക്കാണ് ഈ പ്രോഗ്രാം. അതിനുശേഷം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഡ്രസ്സിങ് ആക്കാൻ എന്ത് ചെയ്യാം? ഇത് നേരെ ഇവിടെ ഒരു ബോക്സ് ആയിട്ടും കൊടുക്കാം. ഓക്കെ, നേരെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബോക്സ്, ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ്, എല്ലാം ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്നതിന് വേണ്ടി, കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമാകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഡിസൈൻ കൊടുക്കാം ആ രീതിയിലൊക്കെ ചെയ്യാം നമ്മൾ ഈ പോസ്റ്ററിനെ. എന്നിട്ട് ഇത് നേരെ ഇവിടെ കൊടുത്തോ, ഇത് നേരെ ഇവിടെ ഇതിൻ്റെ അകത്ത് കൊടുത്തോ, നല്ലൊരു ബോക്സ് ആക്കി അതിൻ്റെ ഒരു അലൈൻമെന്റ് ചെയ്തിട്ട് അതിൽ കൊടുക്കുക. പിന്നീട് എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ പ്രോഗ്രാമിന് മുഖ്യ അതിഥിയായിട്ട് ഒരാളെ വിളിക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ശ്രീ രാജു. ഞാൻ കൊടുത്ത പേരാണ് രാജു, ശ്രീ രാജു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? അദ്ദേഹം MLA ആണ്. ഓക്കെ, MLA അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് മാനീയ MLA എന്ന രീതിയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. മാനീയ MLA, ബഹുമാനപ്പെട്ട MLA എന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ MLA. ഇനഫ്. റെഡി. അതിനുശേഷം എന്താണ്? കാര്യക്രം എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മൾ അവിടെ നടത്തുന്നത്? ഒരു ഉദ്ഘാടനമാകുമ്പോൾ, ഒരു പരിസ്ഥിതി ദിന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് അവിടെ കൊടുക്കാം? ഇഷ്ടം പോലെ കൊടുക്കാം. നമുക്ക് സെമിനാർ സംഘടിപ്പിക്കാം, സംഗോഷ്ഠി ഉണ്ടാകാം, പിന്നെന്താണ്, വൃക്ഷാരോപണം ഉണ്ടാകാം, സഫായി കാര്യക്രം, പ്രതിയോഗിതയും തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, മാക്സിമം ക്വിസ് കോമ്പറ്റീഷൻ, എന്തൊക്കെ പറയാം, പ്രശ്നോത്തരി എന്ന രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ പിന്നെന്താണ്, സഫായി കാര്യക്രം, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ, പരിസ്ഥിതി ദിനത്തിൽ മാത്രം ക്ലീൻ ചെയ്യുന്നതാവരുത് നമ്മൾ. ഓക്കെ, പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയെ നമ്മൾക്ക് അടുത്ത തലമുറക്ക് നമ്മൾക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കണം. അതൊരിക്കലും പ്രകൃതി ദിനം എന്ന് നമ്മൾ പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്ന ജൂൺ 5 മാത്രം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആക്കരുത്. മറിച്ച് ദിവസേന എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ പ്രകൃതിയെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ബച്ചോ. ടീക്കെ. അതിനുശേഷം എന്താണ്? ആ പ്രോഗ്രാംസ് ഒക്കെ നല്ലൊരു വേണമെങ്കിൽ ഒരു ബോക്സിലായിക്കോ ഇതുപോലെ കാര്യക്രം എന്നൊക്കെ ഇട്ട് ഒരു ബോക്സിലൊക്കെ ആക്കി അതിനെ നല്ല സ്ട്രക്ചർ ചെയ്യുക. ഇതിനെയും വേണമെങ്കിൽ ഒരു റൗണ്ട് ലോവൽ ഷേപ്പിൽ അതിനെ നിറച്ചോ, എല്ലാത്തിനും കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, പിക്ചർ ഞാൻ പറഞ്ഞു പോസ്റ്റർ ആകുമ്പോൾ എന്തെങ്കിലും ചിത്രം കൊടുത്തോ, ഒരു ഭൂമി മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മരങ്ങളോ എല്ലാം വെച്ചുകൊണ്ട് ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. വെരി ഗുഡ്, എക്സലന്റ്. എന്നിട്ട് എന്താണ്? എല്ലാവരും ക്ഷണിക്കണ്ടേ? പരിപാടി നടത്തിയാൽ മാത്രം മതിയോ? എല്ലാവരും ക്ഷണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? സബ്കാ ജോ ഹാർദിക് സ്വാഗത്, സബ്കാ ജോ ഹാർദിക് സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടത്. സബ്കാ ഹാർദിക് സ്വാഗത് ഹേ, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ നിർത്തുന്നു. വളരെ എളുപ്പത്തിൽ ഈ പോസ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യൂ, നല്ല രീതിയിൽ സ്കോർ ചെയ്തു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ബഹുത് ബടിയ, താങ്ക് യു. എന്ത് കാര്യം നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാതാണ്. ബഹുത് ധന്യവാദ്. മിൽത്തെ ഹൈ അഗ്ലേ വീഡിയോ में, तब तक के लिए बाय.